யாராவது உன் பையன் என்ன சாதிச்சான்னு கேட்டா நான் என்ன சொல்றது? ஆன்சர் மீ. அம்மா, ஒரு நாள் வரும் உன் பையன் என்ன சாதிச்சாங்கிறத ஊரே வந்து உங்ககிட்ட சொல்லு. എന്റെ നമ്പരെ എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഈ സാധനത്തിന് ഇവിടുന്ന് വിളിച്ചിട്ട് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ വല്ല കാക്കിക്ക് എറിഞ്ഞു കൊടുക്കും. അയ്യേ, ചമ്മിപ്പോയി. நீங்க அடிச்சதுக்கு அப்புறம் வேற எவன் அடிச்சாலும் தாங்கக்கூடிய ஒரு சக்தி வந்துருச்சு அந்த உடம்புல. அப்படி ஒரு அடிடாது. அது விடுங்க, அவ்வளவு அடியும் வாங்கிக்கிட்டு நீங்க இப்படி உசுரோட நடமறீங்கன்னா அது எவ்வளவு பெரிய ஆச்சரியம். அதனால സഹിച്ചടാ, ഞാൻ വന്നപ്പോ തൊട്ട് എന്റെ ഈ സ്റ്റേജിന്റെ ബാക്കിൽ കിടന്ന് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എനിക്കിത് കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഫസ്റ്റ് ഇയർ ആണ്, ആള് ഭയങ്കര പുലിയാട്ടോ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ആ കണ്ടോ എത്ര പേരെ കൈയടിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. എന്റെ പേര് ഇബ്രാഹിം, ഞാൻ BMCയിലെ ഫസ്റ്റ് ഇയർ റെപ്രസെന്റേറ്റീവ് ആണ്. ആഞ്ജനേയ സ്വാമി ഇന്ന് ആരെയാടോ കണി കണ്ടത്? തന്നെയാണല്ലേ? ആയിരിക്കില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ താൻ കണ്ണാടി നോക്കി കാണും. അപ്പോ എനിക്കൊരു സംശയം, നിങ്ങൾ എങ്ങനെയാണ് ഈ പുള്ളിനെ സഹിക്കണേന്നുള്ളത് മാത്രമാണ്. വേറെ രണ്ട് പല്ലൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. നീ എന്താ ചാണ്ടി കുഞ്ഞെ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഓ, ഞാൻ എന്നാ മിണ്ടാനാ? പിള്ളേരെ അണ്ണാക്കി പിരി വെട്ടിച്ച് തന്നില്ലേ? എന്തായാലും കലക്കിട നീ. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോയി. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.